മാർക്കറ്റിംഗ് വിത്ത് സിഫാൻ. ഞാൻ പെർഫോമൻസ് മാർക്കറ്ററാണ്. ഈ ഒരു ഫീൽഡിൽ ഏകദേശം 3 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. SEO, അതുപോലെ പെയ്ഡ് ആഡ്സ്, സോഷ്യൽ മീഡിയ, ഈ ഒരു കാറ്റഗറീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ മെറ്റാ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലീഡ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലീഡ്സിന് ക്വാളിറ്റി ഇല്ലാത്തത്. പലപ്പോഴും നമ്മളിത് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലീഡിന് വളരെ കോസ്റ്റ് കൂടുതലായി വരുന്നത്, ലീഡ്സ് ക്വാളിറ്റി ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം. സോ റീസെന്റ് അല്ലെങ്കിൽ ഒരു 6 months ആയിട്ട് ഞാനൊരു പുതിയ മെത്തേഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതല്ല, ഇത് ഓൾറെഡി നമ്മുടെ മെറ്റാഡ്സ് തന്നെ പല പെർഫോമൻസ് മാർക്കറ്റേഴ്സും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ചെറിയതായിട്ട് കാണുന്ന ഒരു സംഭവമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ക്രിയേറ്റീവ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് മെറ്റാ ആഡ്സിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് A/B ടെസ്റ്റിംഗ് അല്ല. A/B ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാം. A/B ടെസ്റ്റിംഗ് വളരെ എഫിഷ്യന്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡാണ് മെറ്റാ ആഡ്സിൽ നിങ്ങൾക്ക് ലീഡിന്റെ അല്ലെങ്കിൽ ലീഡ്സിന്റെ അല്ലെങ്കിൽ റിസൾട്ടിന്റെ ക്വാളിറ്റി കൂട്ടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലീഡ്സിനാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് മെത്തേഡ്സിനൊക്കെ യൂസ് ചെയ്യാം. അവയർനെസ്സിനാണെങ്കിലോ അല്ലെങ്കിൽ എൻഗേജ്മെന്റിനോ സെയിൽസിനോ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ മെറ്റാ ആഡ്സിന്റെ ആഡ് സെക്ഷനിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ നമുക്കുണ്ടാവും. നമ്മളിത് പോയി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റീവ്സ് നമ്മൾ ഫേസ്ബുക്കിന്റെ മെറ്റയ്ക്ക് അല്ലെങ്കിൽ മെറ്റാ ആഡ്സിന് നമ്മൾ ഡെലിവർ ചെയ്യണം. നമ്മൾ മുൻപ് എന്താ ചെയ്തിരുന്നത്, നമ്മൾ ഒരു ക്രിയേറ്റീവ് ഇട്ടിട്ട് പലപ്പോഴും ബിഗിനേഴ്സ് വരുത്തുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ക്രിയേറ്റീവ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ക്രിയേറ്റീവ് മാത്രം ഇട്ടിട്ട് ലീഡ് ആഡ് റൺ ചെയ്യും. അതായത് ഒരു ഇമേജ്, സ്റ്റാറ്റിക് ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ക്രിയേറ്റീവ്സ് റൺ ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഒരു മെയിൻ ചലഞ്ച്, ഈ ഒരു പ്ലാറ്റ്ഫോമിന് കിട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ക്രിയേറ്റീവ് ഒരു വലിയ പീപ്പിൾ ഓഫ് ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് വെച്ചിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് ഒരു 4-5 ക്രിയേറ്റീവ്സ്, ഈ ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് കോപ്പീസ്, അതായത് നമ്മൾ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നല്ലോ, ഹെഡ്ലൈൻസ് 4 ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 4 5 വരെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 5 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ 5 ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാനൊരു ബെറ്റർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ 4 to 5 അല്ലെങ്കിൽ 3, 4, 5 ഇത്ര ക്രിയേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നിന് പകരം ഒരു 2-3 ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഡൈനാമിക് ക്രിയേറ്റീവ് എങ്ങനെയാണ് ആഡ്സ് മാനേജർ ത്രൂ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് ക്രിയേറ്റീവ്സ് എനേബിൾ ചെയ്തിട്ട് ക്രിയേറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ബേസിക്കലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആഡ്സ് മാനേജർ പോവാം. അതിനുശേഷം ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏതാണോ നമ്മുടെ ഒബ്ജക്റ്റീവ്, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ലീഡ്സ് ആണ് കൊടുക്കുന്നത്. ലീഡ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഞാൻ AI സെറ്റിംഗ്സ് യൂസ് ചെയ്യാറില്ല അധികം, മാനുവൽ ലീഡ് ക്യാമ്പയിൻ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ എല്ലാം നമ്മൾ നോർമൽ ആയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാതും കൊടുക്കുക. A/B ടെസ്റ്റിംഗ് അല്ല ഞാൻ പറയുന്നത്. അതിന് പകരമായി നമ്മൾ ആഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കുറച്ചുകൂടെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനാമിക് ക്രിയേറ്റീവ് ഇതിപ്പോൾ ഓഫാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്തിടുക. ഇത് എനേബിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡൈനാമിക് ക്രിയേറ്റീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണ് പറയുന്നത് വെച്ചാൽ നമുക്ക് വാട്സപ്പ് ആണ് നമ്മുടെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൺവേർഷൻ ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് ക്രിയേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുക ഇൻസ്റ്റന്റ് ഫോംസിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ഫോംസിലാണ് ഇത് വർക്ക് ആവുന്നുണ്ടാവുക. ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വർക്ക് ആവുന്നുണ്ടാവുക. അതിനുശേഷം നമ്മുടെ മെയിൻ എഡിറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആഡിലാണ്. അത് നമ്മുടെ ആഡ് സെക്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ പോസ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പക്ഷെ നമ്മൾ മാനുവൽ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 അതിൽ വീഡിയോസോ ക്രിയേറ്റീവ് സ്റ്റാറ്റിക്സ് ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കെറോസൽ പോസ്റ്റ് പോലെ അല്ല വരുന്നുണ്ടാവുക. ഇത് ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റീവ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇത് മെറ്റ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇമേജസ് വെറുതെ ജസ്റ്റ് സെലക്ട് ചെയ്യുക കാണിച്ചു തരാം. ഏകദേശം നമുക്ക് ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലുള്ള ഇമേജസ് നമുക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഡാറ്റ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത ഇമേജസ്. ഇപ്പൊ ഞാനൊരു
3 ഇമേജസ് സെലക്ട് ചെയ്തു. നമ്മൾ ഈ 3 ഇമേജസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈമറി ടെക്സ്റ്റ്, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതിൽ ഓരോത്തിലും നമ്മൾ ഹെഡ്ലൈൻസും ടെക്സ്റ്റും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഓപ്ഷൻ നമുക്ക് വരും. നമ്മൾ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനബിൾ ആയിട്ട് വരിക. അതിനുശേഷം നമുക്ക് ഹെഡ്ലൈൻസും 5 വേരിയേഷൻസ് നമുക്ക് കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ്, അതുപോലെ അതിന്റെ ഡിസ്പ്ലേ ലിങ്ക് നമ്മൾ കൊടുക്കാം. അതുപോലെ കോൾ ടു ആക്ഷനും നമുക്ക് ഇവിടെ 5 എണ്ണം നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ അതും ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് മെറ്റ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഡിസ്ക്രിപ്ഷന്, അതുപോലെ തന്നെ ഹെഡ്ലൈൻസ്, പ്രൈമറി ടെക്സ്റ്റ് ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇമേജ് ആണെങ്കിൽ ഇമേജ്, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഓഡിയൻസിനും ഇത് ടെസ്റ്റ് ചെയ്യാൻ ഡിഫറെന്റ് ആയി ആണ് ഓരോ ഓഡിയൻസിനും മറ്റേത് ഡെലിവർ ചെയ്യുന്നത്. സോ ഓരോ ഓഡിയൻസും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് വിത്ത് ഡിഫറെന്റ് ഹെഡ്ലൈൻസ്, ടെക്സ്റ്റ് ഇതൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. നമുക്ക് ഇത് വെച്ചിട്ട് ഏത് ക്രിയേറ്റീവ് ആണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ക്രിയേറ്റീവിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, ഏത് ഹെഡ്ലൈനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, ഏത് ഇമേജിനാണ്, ഡിസ്ക്രിപ്ഷനാണ്, നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് സെക്ഷനിൽ പോയിട്ട് ഓൾ ലെവൽസ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ റിപ്പോർട്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ഡൗണിൽ നമുക്ക് ഡൈനാമിക് ക്രിയേറ്റീവ് അസറ്റ്സ് ഓപ്ഷൻ ഉണ്ടാവും. ബ്രേക്ക് ഡൗണിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അടിയിൽ ഏറ്റവും ലാസ്റ്റിൽ ബോട്ടം സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡൈനാമിക് ക്രിയേറ്റീവ് അസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് എനബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്രിയേറ്റീവ്സിന്റെ ഇവിടെ വരും. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ഞാനിത് റീസെന്റ് റൺ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ്. ഇതിൽ ഏകദേശം ഈ ഒരു ക്യാമ്പയിനിൽ ഇതിൽ 3 ഡൈനാമിക്, അതായത് 3 ക്രിയേറ്റീവ്സ് ഉണ്ട്. അതിന് 13 ലീഡ്സ് വന്നിട്ടുണ്ട് നമുക്ക്. ആ 13 ലീഡ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 8 ലീഡ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ക്രിയേറ്റീവിനാണ്. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ്, അതുപോലത്തെ ക്രിയേറ്റീവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് റീച്ച് ഏകദേശം 13,000 അടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ആ ക്രിയേറ്റീവിന് വെറും 2,500 സംതിങ് ഉള്ളൂ. അതിനുശേഷം 1,500 മാത്രമേ ഉള്ളൂ. അതിനുശേഷം വേറെ ഒരു ക്യാമ്പയിൻ ഉണ്ട് നമുക്ക്. നമ്മുടെ അടുത്തൊരു ക്യാമ്പയിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഇതുപോലെ തന്നെയാണ്. ക്യാമ്പയിൻസിനും പല ക്രിയേറ്റീവ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ലീഡ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ ലീഡ്സ് കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് ക്രിയേറ്റീവിനാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഹെഡ്ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീഡ്സ് കൂടുതൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഇത് മാത്രമല്ല, ലീഡ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് മെത്തേഡ്സ്, വേറെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലീഡ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ കഴിയും. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാർക്കറ്ററോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, നല്ല ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.